ഹായ് നമസ്കാരം, ക്രയൺസ് ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ഞങ്ങള് വൈകുന്നേരം ചെറിയൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊല്ലം ഏരിയയിലോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മള് സ്പെസിഫിക് ആയിട്ട് ഇന്നടത്തേക്കൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു പ്ലാനിങ്ങും ഇല്ല. ഇറങ്ങുവാണ്. നമ്മള് എവിടാ പോലെ നമ്മള് പോകുന്ന വഴിക്ക് അറിയത്തുള്ളൂ. ഓരോ സജഷൻസ് ഒക്കെ ഉണ്ട് ഇവർക്ക്. ഒരു പ്ലാനിങ് ഇല്ലാതെ യാത്രയായതുകൊണ്ട് നേരെ കണ്ട റോഡിൽ കൂടെ നേരെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ട്രാവലിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പാലം പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് തീരുമാനിച്ചെങ്കിൽ നമുക്ക് നേരെ കൊല്ലത്തേക്ക് പോകാം, കൊല്ലം ബീച്ച് കാണാം. അപ്പോൾ കൊല്ലം ബീച്ച് ഞാനും ആളൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിൽ നേരെ അങ്ങോട്ട് പോകാമെന്ന്. അപ്പം വർക്കലേ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായിപ്പോയി. പിന്നെ പ്ലാനിങ് ഇല്ലാത്ത യാത്ര ആയതുകൊണ്ട് നമ്മൾ കൊല്ലത്തേക്ക് തന്നെ പോയി. കാരണം ബീച്ച് നമുക്ക് എത്ര കണ്ടാലും, കടലിൻ്റെ അയരപ്പ് നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതി വരുത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ട് ഏകദേശം ഒരു 5 മണി 5:20 ആ ടൈം ആയപ്പോൾ നമ്മളവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടി. വണ്ടി കുറേ ആയിട്ട് കറക്കി, ഒരു 2 റൗണ്ടെങ്കിലും അവിടെ തന്നെ ഇട്ട് കറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കറങ്ങി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്ലേ? എല്ലാരും പിള്ളേർക്ക് ഏറ്റവും ഫേവറേറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുമായിരുന്നു പരിപാടി. അപ്പോൾ ബലൂണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറത്തി തുടങ്ങും. എങ്ങോട്ട് പോകണം, ആദ്യം പാർക്കിലേക്ക് കയറണോ അതോ ബീച്ചിലേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷന് വീണ്ടും നിന്ന്. അപ്പം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആദ്യം എല്ലാവരും തീരുമാനിച്ചപ്പോൾ നമ്മൾക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. ബീച്ച് കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പിള്ളേർക്ക് ഇഷ്ടമുള്ള സ്ഥലം പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നൊക്കെ വിചാരിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ഏറ്റവും പണി കിട്ടിയത്. കാരണം ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അന്ന് നല്ല തിരയുള്ള സമയമാണ്. അപ്പം പോലീസുകാർ നമ്മളോട് പറഞ്ഞ് അടുത്തോട്ടും പോകലും മാറിക്കെന്ന് പറഞ്ഞ് അവിടെ ലൈഫ് ഗാർഡും വന്ന് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കരുത്. നല്ല തിരക്കായിരുന്നു. നല്ല ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. നമ്മളവിടെ കുറേ നേരമൊക്കെ കടലും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം നിന്ന്. ഇപ്പോൾ പോലീസുകാരൊക്കെ നമ്മളോട് ഇടയ്ക്കൊന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങില്ല. ഏറ്റവും കൂടുതൽ വിഷമം നിച്ചൂസിനാണ്. നിച്ചൂസിനൊന്ന് കാല് നനയ്ക്കണം. വന്ന സ്ഥിതിക്കൊന്നും കാല് നനയ്ക്കാതെ പോകാനൊക്കത്തില്ല. അങ്ങനെ നിച്ചൂസിൻ്റെ ഒരു അഭിപ്രായത്തെ മാനിച്ച് നിച്ചൂസിൻ്റെ കാലൊന്ന് കഴുകാൻ വേണ്ടി കുറച്ച് ഇറക്കി. കാല് കഴുകി ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നടന്ന്. പിന്നെ ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ് വീഡിയോ. അപ്പം അതുമൊക്കെ എടുത്ത് അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അത് കണ്ടിട്ട് നമുക്ക് പാർക്കിലേക്ക് പോകാനുള്ള തീരുമാനമായിരുന്നു. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴും ലൈഫ് ഗാർഡ് വന്നിട്ട് നമ്മളോട് മാറിക്കെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കുറേ ടീംസ് വെള്ളത്തിലേക്ക് ഇറങ്ങിയായിരുന്നു. അതിൽ പോലീസുകാർ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റും ചെയ്യുന്നുണ്ട്, ആരും വെള്ളത്തിലേക്ക് ഇറങ്ങലും ഇപ്പം തീവ്രത കൂടുതലാണ് എന്നൊക്കെ പറയുന്ന അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു. കാരണം നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരം സന്ധ്യ കഴിഞ്ഞു, സൺസെറ്റും കഴിഞ്ഞു. ഞങ്ങൾ നൈറ്റിൻ്റെ ആ വ്യൂ ഒന്ന് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു. അപ്പോൾ പാർക്കിൽ എൻട്രി ഫീസ് ഉണ്ട്, 30 രൂപയാണ്. 3 വയസ്സിന് മുകളിലുള്ളവർക്ക് എടുത്താൽ മതി. പിന്നെ ദച്ചൂസിന് 3 വയസ്സും ഒരു 6 മാസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് അവനെ കണ്ടാൽ പിന്നെ അത്രയും തോന്നത്തില്ലാത്തതുകൊണ്ട് ദച്ചൂസിനും റിച്ചൂസിനും എടുത്തില്ല. ബാക്കി എല്ലാവരും എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്, അടിപൊളി ഒരു വൈബാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട്. ഇതിൽ ദച്ചൂസും റിച്ചൂസും ഒരുപാട് കളിച്ച് ഒരുപാട് നേരം. ദച്ചൂസിനാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇത് കണ്ട ഉടനെ തന്നെ റിച്ചൂസിനും വേണം, അവനും കയറണം എന്ന് പറഞ്ഞു. പിന്നെ അവനെയും കയറ്റി ഒരു റൗണ്ട് അടിച്ച്. ഇത് മഹാത്മാഗാന്ധി പാർക്കാണ്. ഇത് നമ്മൾ കറക്റ്റ് നമ്മുടെ കൊല്ലം ബീച്ചിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ എല്ലാ ഏജ് ലിമിറ്റിനും 30 രൂപ വെച്ചാണ് ഇവർ വാങ്ങുന്നത്. ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫാമിലീസിനും ഒക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എന്നാൽ റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
പിന്നെ റൈഡ് കണ്ടപ്പോഴത്തേക്ക് ചേട്ടനും മാളൂസും അതേ ചാടി കയറി. ഞാനും ചേച്ചി ഒതുങ്ങിയത്. കാരണം വെറുതെ തലവേദന പിടിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിൽ മാറി നിന്ന് തലവേദന വന്നു പോയാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം. അതുകൊണ്ട് പിന്നെ ഞാനും കയറിയില്ല. ചേച്ചിക്കും സെയിം അവസ്ഥ തന്നെ, ചേച്ചിയും കയറിയില്ല. ഞങ്ങൾ ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറോളം അവിടെ ചിലവഴിച്ച് പാർക്കിൽ തന്നെ. കാരണം അത്രയ്ക്കും കാണാനും എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഒരു സംഭവമാണ്. കാരണം ഏത് ഏജ് ലിമിറ്റിനും നമുക്ക് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങൾ പാർക്കിൽ ഇറങ്ങിയപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വിശപ്പായി തുടങ്ങി. അപ്പോൾ നേരെ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ സജഷൻ പ്രകാരം നമ്മൾ ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ ആ ഹോട്ടലിലേക്ക് വിട്ടു. ചേച്ചിയുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിലോട്ട് വന്നത്. ഫ്രണ്ട് പേരെന്തുവാ? ഹോട്ടലിൻ്റെ പേരെന്ന് പറയുന്നത് അസഡോ കഫേ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് വരുന്നത് ജലദർശിനി ലേക്ക് സൈഡ് കൊല്ലമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഫുള്ള് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. കാരണം നമ്മൾ ലേക്ക് സൈഡിൻ്റെ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നതൊക്കെ. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ വേറെ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിരുന്ന് കഴിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. നല്ല അറേഞ്ച്മെൻറ്റ്സും പിന്നെ അവിടെ ഒരു വൈബും എല്ലാം സൂപ്പറാണ്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കുറേ വെറൈറ്റീസ് ഫുഡുണ്ട്. ഇപ്പം ഫുഡ് ഇങ്ങനെ വെറൈറ്റി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ വർത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഫിഷ് ഗ്രില്ലാണ് എടുത്തത്. ഫിഷ് ഗ്രില്ല് വിത്ത് റൈസാണ് ഓർഡർ ചെയ്തത്. നല്ല നമ്മൾ ഓർഡർ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞാൽ സാധനം കിട്ടത്തുള്ളൂ കേട്ടോ. ഇച്ചിരി വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. നല്ല വെയിറ്റിങ്ങിന് ശേഷം സാധനം വന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ആദ്യം മാളൂസാണ്. മാളൂസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം മാളൂസ് ആദ്യമായിട്ടാണ് ഫിഷ് ഗ്രില്ല് കഴിക്കുന്നത്, ആദ്യമായിട്ടാണ്. അതുപോലെ ചേച്ചിയും അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ഈ ഗ്രില്ല് ഫിഷ് വാങ്ങണോ ഞങ്ങളൊരു ഡൗട്ട് അടിച്ച് നിന്നായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ്, പക്ഷേ ചേട്ടനും ഇഷ്ടമാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഡൗട്ടാണ് ഫിഷ് ഗ്രില്ല് എങ്ങനെ ആയിരിക്കും. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പം ഫുള്ള് കഴിച്ചത് അവരാണ്. ഏറ്റവും അവസാനം ആ ഫിഷിൻ്റെ ഒരു അവസ്ഥ കണ്ട ആരും സഹിക്കത്തില്ല. കാരണം അതുപോലെ ഫുള്ള് അസ്ഥികൂടം പോലെ ആക്കി അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വയറ് നിറഞ്ഞ സമാധാനത്തെ ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോൾ ഇത് കാണുന്നത് നമുക്ക് വൈകുന്നേരം 8 മണി വരെ ഉള്ളത്. ചായ, ഓംലെറ്റും ബുൾസയും കേക്ക് അങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇവർ തന്നെയുള്ള ഒരു കഫേയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വീഡിയോ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ചെയ്ത് ഇനിയും ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര വീട്ടിൽ. ഫൈനലി ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കയറി. നല്ല ഫുഡായിരുന്നു. ഫിഷ് ഗ്രില്ല് വിത്ത് റൈസ് പൊളിയായിരുന്നു. പൊളിയല്ലേ? അപ്പം ഓക്കെ, എന്നാൽ അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.